ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിവാഹപ്രായം വൈകിപ്പിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ പതിയെ മതിയെ എന്ന് ചിന്തിക്കുക. ഇതിൽ ഒരു വന്ധ്യതയുടെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ കാണാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ നോർമലായിട്ട് കാണുന്ന ഒരു കാര്യം, 25 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ദമ്പതികൾ അവർ ഒരുമിച്ച് ഒരു വർഷം അവർ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്താൽ 85% ആൾക്കാർക്ക് ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതേ സമയത്ത് അത് 30-നും 35-നും ഇടയിലോട്ട് പോകുമ്പോൾ അത് 75% ആവുകയും 35-നും 40-നും ഇടയ്ക്ക് പോകുമ്പോൾ അത് 65% ആവുകയും 40-ന് മേളിലോട്ട് പോകുമ്പോൾ അത് 40% കുറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അബോർഷന്റെ കാര്യത്തിലും നമുക്ക് 30 വയസ്സിന് താഴെയാണ് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ സാധ്യത 16%, 35-നും 40-നും ഇടയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് 25%, 40 വയസ്സിന് മേളിൽ ആണെങ്കിൽ അതിന്റെ അബോർഷനുള്ള സാധ്യത ഏകദേശം 40% ആണ്. അപ്പോൾ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബയോളജിക്കൽ ഏജിങ്ങും ഓവേറിയൻ ഏജിങ് എന്ന് പറയും. നമ്മൾ ഉദാഹരണത്തിന് ഒരു സ്ത്രീക്ക് അവരുടെ പ്രായം 30 ആണെങ്കിൽ പോലും അവരുടെ ഓവറിയുടെ ഏജ് ഒരു പക്ഷേ 40 വയസ്സ് കടന്നു കാണാം. അത് അവരുടെ ജനിതകമായ കാര്യങ്ങൾ, അവരുടെ ജീവിത സാഹചര്യങ്ങൾ പലതും മൂലമാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതിന് മുന്നേ നിങ്ങളൊരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് ഒരു സ്കാനും അതിന്റെ ഭാഗമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും എടുത്തു നോക്കിയിട്ട് മാത്രമേ ഒരു തീരുമാനത്തിൽ എത്താവുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഓവറിയുടെ ഏജ് വളരെയധികം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് നാച്ചുറലി പ്രഗ്നൻസി ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകയും പിന്നീട് നിങ്ങൾക്ക് IVF ഫിക്സി പോലുള്ള ചികിത്സകൾ എടുക്കേണ്ടി വരികയും ചെയ്യാം. അതുകൊണ്ട് ഒരു തീരുമാനത്തിൽ എത്തുന്നതിന് മുന്നേ നിങ്ങൾ ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കണ്ട് പ്രാഥമികമായ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്.